കാന്താര കണ്ടിറങ്ങിയതാട്ടാ. എന്റെ അമ്മ ഒരു രക്ഷയില്ല. ഈ മനുഷ്യൻ കാണിച്ചു വെച്ചിരിക്കുന്നത് ഋഷഭ് ഷെട്ടി എന്ന് പറഞ്ഞ വ്യക്തി. കാന്താര ഫസ്റ്റ് കണ്ടപ്പോ തന്നെ ഞാൻ ആളുടെ ഒരു ഫാനായതാ. ഇപ്പൊ ഇതും കൂടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല. ക്ലൈമാക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളി. അവസാനത്തെ ഒരു 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. സൗണ്ട് എഫക്റ്റും എല്ലാം കൂടിയിട്ട് എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ് കേട്ടാ. പിന്നെ ജയറാമൊക്കെ എന്ന് പറഞ്ഞാൽ പടം ഫുള്ള് നിറഞ്ഞു നിൽക്കുക. ജയറാമിന് കുറെ നാൾക്ക് ശേഷം വളരെ നല്ലൊരു റോള് കിട്ടിയിരിക്കുന്ന മൂവിയാണ്. ഒന്നും പറയാനില്ല. നമ്മുടെ കാന്താര വണ്ണിലത്തെ പോലെ തന്നെ ആ വരാഹരൂപം അവസാനം ആ പാട്ട് വരുന്നുണ്ട്. പാട്ടുകളൊന്നും അധികം മറ്റേ നമ്മുടെ കാന്താര പോലെയുള്ള പാട്ടുകളൊന്നും ഇതിൽ അധികം ഇല്ല. ഒരു പാട്ട് ശിവനെ കുറിച്ചുള്ള ഒരു പാട്ടാണുള്ളത്. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം കൂടിയിട്ട് നന്നായി സ്കോർ ചെയ്തു. കാന്താര എന്നുള്ള മൂവിയും ഈ മൂവിയും രണ്ട് തലത്തിലാണ് കേട്ടോ. കാന്താര എന്നുള്ള നമ്മള് എന്താ പറയാ പ്രത്യക്ഷമാവുന്ന സീനൊക്കെ അതെങ്ങനെയാണ് ആവുന്നത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. മൂന്നാമത്തെ ഒരു പാർട്ടിനും കൂടിയുള്ള ത്രെഡ് ഇട്ടിട്ടാണ് പടം അവസാനിക്കുന്നത് കേട്ടോ. എന്തായാലും പോയി കണ്ടോളൂ. പൈസ നഷ്ടമാവുന്നില്ല. ഞാനിവിടെ മലയാളം പ്രശ്നം ഇറങ്ങിയിട്ടില്ല. ഞാനിപ്പോ കണ്ടത് തമിഴാണ്. അപ്പൊ നല്ല രസമായിട്ട് പിടിച്ചിട്ടുണ്ട്. എന്താ പറയാ ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് മൂവി. ഒരു വിഷ്വൽ ട്രീറ്റ് ആണ്. മസ്റ്റ് വാച്ച് മൂവിയാണ്. എന്തായാലും കണ്ടിരിക്കണം. അപ്പൊ എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോ മറ്റുള്ളവർക്ക് ചിലപ്പോ എന്താ അഭിപ്രായം എന്ന് എനിക്കറിയില്ല. പക്ഷെ അടിപൊളി, ഒരു രക്ഷയില്ല.